ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ദെയർ ആർ ടു ടൈപ്പ്: റെൻറ്റ് ഫ്രീ അൺഫർണിച്ചർ അക്കോമഡേഷൻ ആൻഡ് റെൻറ്റ് ഫ്രീ ഫർണിച്ചർ അക്കോമഡേഷൻ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു വീട് മാത്രമേ പെർക്വിസൈഡ്സ് ആയിട്ട് കൊടുക്കുള്ളൂ അൺഫർണിച്ചർ ആണെങ്കിൽ. അതിൻ്റെ അകത്തുള്ള ഫർണിച്ചർ ഒന്നും പ്രൊവൈഡ് ചെയ്യൂല. അതാണ് അൺഫർണിച്ചർ അക്കോമഡേഷൻ. അതേപോലെ തന്നെ അക്കോമഡേഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് വിധത്തിലുള്ള എംപ്ലോയീസും ഡിഫറെൻ്റ് ആയിട്ടാണ്. ഒന്ന് ഗവൺമെൻറ് എംപ്ലോയീസ്, രണ്ട് അതർ എംപ്ലോയീസ്. അതിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പ്രോബ്ലമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാണുന്ന പോലെയാണ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എമൗണ്ട് ഡിറ്റർമിൻഡ് ബൈ ദ ഗവൺമെൻറ് ആസ് പെർ ദ റൂൾ. അതായത് ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം ഒരു എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ആ എമൗണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ ലൈസൻസ് ഫീ, അങ്ങനത്തെ ഓരോ ഫീസുകൾ. പിന്നെ അതിൽ നിന്ന് ലെസ് ചെയ്യണം എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് കൺസെൻഷ്യൽ റേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ലെസ്സായി കാണിക്കണം. അപ്പം നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ. താങ്ക് യു.